നിൻ്റെ മനസ്സിനകത്തൊരാഗ്രഹമുണ്ടല്ലോ, എന്താ അതെന്നാണ് ചോദിച്ചത്. പ്രാർത്ഥിക്കുന്നവൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിൽ ചില ആഗ്രഹമുണ്ട്. അവൻ പ്രാർത്ഥിക്കും, അവൻ്റെ ഉള്ളിൽ ആഗ്രഹമാണ് വീട് അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, പിള്ളേരുടെ കല്യാണം നടന്നായിരുന്നെങ്കിൽ, അവരൊന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ, ആ വീട് പണി പൂർത്തിയായിരുന്നെങ്കിൽ. ഓരോ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്തെ ദൈവം ഏറ്റെടുക്കും. ആഗ്രഹത്തെ ദൈവം ഏറ്റെടുത്ത് സാധിച്ചു തരും, സാധിപ്പിച്ചു തരും. പ്രാർത്ഥിക്കുന്നവൻ്റെ ആഗ്രഹത്തെ ദൈവം ഏറ്റെടുത്തു. ആഗ്രഹം ചോദിച്ചു, നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാറിയിരുന്നെങ്കിൽ, എനിക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ കടമൊന്ന് മാറിയിരുന്നെങ്കിൽ, ഈ രോഗസൗഖ്യമായിരുന്നെങ്കിൽ, പിള്ളേരൊക്കെ ഒന്ന് നന്നായി കയറി വന്നായിരുന്നെങ്കിൽ. 100 കാര്യങ്ങൾ ഇല്ലയോ ആഗ്രഹമായിട്ടില്ലേ? ആഗ്രഹത്തെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആഗ്രഹത്തെ സ്വർഗ്ഗം ഏറ്റെടുക്കുന്ന ദിവസമാണിന്ന്. ദൈവം ഏറ്റെടുക്കുന്ന ദിവസമാണ്.